ആത്മബന്ധു. ഈ ദിവസം നിങ്ങളെ തന്നെ ഒരു നല്ല ജീവിതത്തിലേക്ക്, നല്ല ദിവസത്തിലേക്ക് ക്ഷണിക്കുക. ജീവിതം സ്വസ്ഥമാകുവാൻ, സമാധാനത്തോടുകൂടി ഒരു ദിവസത്തെ വരവേൽക്കുവാൻ, ജീവിതം സ്വപ്നം കണ്ടതുപോലെ ജീവിക്കാൻ, വിജയിക്കുവാൻ എനിക്ക് പ്രാപ്തിയുണ്ടോ എന്നെപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ ചിന്തയെ ഒന്ന് സൂക്ഷിച്ചുകൊള്ളുക. എനിക്ക് പ്രാപ്തിയുണ്ടോ? എന്നാൽ സാധിക്കുമോ? അല്ലെങ്കിൽ ഒരിക്കലും എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നിങ്ങനെ ചിന്തകൾ നിരന്തരമായി ഉള്ളിലേക്ക് വരുന്നുണ്ടോ? എന്നാൽ ആ ചിന്തകളെ അപ്പോൾ തന്നെ ഉപേക്ഷിക്കുക. സാധിക്കില്ല എന്നതിനെ സാധിക്കും എന്ന് തിരുത്തി വായിക്കുക. ഓരോ വാക്കിലും ഓരോ ചിന്തകളിലും നിറഞ്ഞു നിൽക്കുന്ന പോസിറ്റിവിറ്റിയെ മാത്രം സ്വീകരിക്കുക. ഏറ്റവും നെഗറ്റീവായി നിങ്ങൾ കരുതുന്ന ഒരു ചിന്തയിൽ നിന്ന് പോലും എങ്ങനെ നമുക്ക് പോസിറ്റീവായി മാറാം എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ പ്രഭാതത്തെ, ഈ നിമിഷത്തെ നന്നായി വരവേൽക്കുവാൻ സാധിക്കും. ഒരു ദിവസം എങ്ങനെയാണ് മനോഹരമാകുന്നത്? പ്രഭാതത്തിലെ ചിന്തകൾ ആ ദിവസത്തെ സ്വാധീനിക്കുമ്പോൾ എന്നാണ് പണ്ഡിതർ പറയുന്നത്. എന്നാൽ അതേസമയം ഇന്നത്തെ ദിവസം നമ്മൾ നമ്മുടെ ജീവിതത്തിലുള്ള മറ്റു വ്യക്തികളെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പദ്ധതിയിടുന്നതും നമ്മുടെ ഈ ദിവസത്തെ വിശേഷകരമാക്കും. അതായത് പ്രഭാതത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കും, ഞാൻ എങ്ങനെ ചിന്തിക്കും എന്നൊക്കെ ചിന്തിക്കുന്നതിനോ അപ്പുറത്ത് ഈ ദിവസം ഞാൻ എങ്ങനെ പെരുമാറും, ഇന്ന് ഞാൻ എന്തൊക്കെ പറയും, ഇന്ന് ഞാൻ ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കും, ഞാൻ ഇന്ന് ഓരോ വ്യക്തികളെയും എങ്ങനെയാണ് അവരോടൊപ്പം നിന്ന് അവർക്ക് മുഖാമുഖമായി നിന്നുകൊണ്ട് അവരെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളെക്കുറിച്ചോ സംസാരിക്കുക എന്നൊന്നാലോചിക്കാം. അതായത് നമ്മൾ എങ്ങനെയാണോ നമുക്ക് ചുറ്റുമുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നത്, നമുക്ക് ചുറ്റുമുള്ളവരോട് പെരുമാറുന്നത്, അതുപോലെയായിരിക്കും അവർക്ക് നമ്മളോട് പെരുമാറുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതും. പ്രഭാതത്തിൽ ഏറ്റവും വിശേഷമായി തീരുമാനിക്കാവുന്ന ഒരു കാര്യം ഇതാണ്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോട്, വീട്ടിലെ ഏതംഗങ്ങളോടായാലും, അതല്ലെങ്കിൽ പൊതുവഴിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരോടാണ് എങ്കിലും, അയൽവാസിയോടോ, എപ്പോഴും ദേഷ്യപ്പെടുന്ന, എപ്പോഴും അസ്വസ്ഥരാക്കുന്ന മറ്റൊരു വ്യക്തികളോടോ, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്ന, നമ്മളെ നിരന്തരം ശല്യപ്പെടുത്തുന്ന സഹപ്രവർത്തകരിൽ നിന്നോ ഒക്കെ നമ്മളെ എങ്ങനെ രക്ഷിച്ചെടുക്കും? അവരൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറും എന്ന് കരുതി കാത്തിരുന്നാൽ ദിവസങ്ങൾ നമുക്ക് നഷ്ടമാവുകയുള്ളൂ. അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ വാക്കുകൾ, അവരുടെ രീതികൾ നമ്മളെ അസ്വസ്ഥരാക്കാതിരിക്കുന്ന വിധം നമ്മൾ മാറുകയാണ് വേണ്ടത്. അത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള മാറലാണ്. എന്താണോ നമ്മളെ അസ്വസ്ഥമാക്കുന്നത്, എന്താണോ നമ്മളെ ശല്യപ്പെടുത്തുന്നത്, എന്താണോ നമ്മളുടെ ചിന്തകളിലേക്ക് കടന്നുകൂടി നമ്മളുടെ ആ ദിവസത്തെ തന്നെ ഇല്ലാതെയാക്കുന്നത്, ആ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുക. ആ വ്യക്തികളിൽ നിന്ന് ഒരു പക്ഷേ മാറി നിൽക്കാനാവില്ല. അതുമാത്രമല്ല, വ്യക്തികളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചാൽ ഒളിച്ചോടി നമ്മൾ എവിടം വരെ പോകും? ആരുമില്ലാത്തൊരു ഗുഹയിൽ ചെന്ന് താമസിക്കാൻ സാധിക്കുമോ? ഇല്ല. നമുക്ക് ഈ ലോകത്തെ നേരിട്ടേ പറ്റൂ. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരോടൊപ്പം ജീവിച്ചേ പറ്റുള്ളൂ. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ പൊതുനിരത്തിൽ നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വളരെ ഗതാഗത കുരുക്കുകളുള്ള റോഡുകളിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. തിരക്ക് പിടിച്ച ജീവിത അവസ്ഥകളുണ്ട്. നമ്മളെ ഒട്ടും മനസ്സിലാക്കാത്ത ബന്ധുക്കളുണ്ടാകാം, നമ്മളെ ഒട്ടും മനസ്സിലാക്കാത്ത സഹപ്രവർത്തകരുണ്ടാകാം. എല്ലാവരെയും മാറ്റി എല്ലാവരെയും മാറ്റിമറിച്ച് എല്ലാവരും നമുക്കുതകുന്ന പോലെ പെരുമാറുന്ന ഒരു ദിവസം വരുമെന്ന് സ്വപ്നം കണ്ടാൽ ആർക്കാണ് നഷ്ടം? നമുക്ക് തന്നെയാണ് നഷ്ടം. നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനാൽ അവരാരും മാറുന്നത് കാത്തിരിക്കാതെ സ്വയം മാറുക. ഒന്നും നമ്മളെ ശല്യപ്പെടുത്താത്ത അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റിയെടുക്കുക. എന്തു തന്നെ ആയാലും, ഏത് പ്രവൃത്തിയായാലും നമുക്ക് സന്തോഷം തരുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന നിമിഷം ഇങ്ങനെ തന്നെ ജീവിച്ചുമുണർന്നുമിരിക്കുന്നത് കൊണ്ടാണല്ലോ
മറ്റൊരാൾ നമ്മളോടിങ്ങനെ പെരുമാറുന്നത് എന്ന് ചിന്തിക്കുക. ഒരു ഗതാഗത കുരുക്കിൽപ്പെട്ടാൽ നമുക്ക് സഞ്ചരിക്കാനാകുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഗതാഗത കുരുക്കിൽപ്പെടുന്നത്. ഒരു ജോലി സ്ഥലത്തെ പ്രശ്നം വന്നാൽ നമുക്ക് ജോലിയും ഉപജീവന മാർഗവും ഉള്ളത് കൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ആ പ്രശ്നങ്ങളെ ചിന്തിക്കുവാനായാൽ, നമുക്ക് നമ്മളെ തന്നെ സമാധാനപ്പെടുത്തുവാനായാൽ പ്രശ്നങ്ങൾ പതിയെ പതിയെ ഇല്ലാതെയാകുന്നത് കാണാം. ജീവിതത്തിൽ മറ്റുള്ളവരെ ശരിയാക്കുന്നതും മറ്റുള്ളവർ ശരിയാകുന്നതും നന്നാകുന്നതും കാത്തിരിക്കുന്നതും അവസാനിപ്പിക്കുക. എന്നിട്ട് അവരെങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് സ്വയമായി മാറുക. അതാണ് ഏറ്റവും ഉചിതമായ മാർഗം. ഇനി മറ്റൊന്നുകൂടി നമ്മൾ പ്രഭാതത്തിൽ തീരുമാനിക്കേണ്ടതുണ്ട്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ എങ്ങനെയൊക്കെയുള്ളവരാണ്? നമ്മൾ ഇടപെടുന്നവർ, നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന മനുഷ്യർ അവരെങ്ങനെയുള്ളവരാണ്? അവർ നിരന്തരം തിന്മയുള്ള ചിന്തകളും അല്ലെങ്കിൽ എപ്പോഴും ദുഷിച്ച കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുമാണ് എങ്കിൽ ആ കൂട്ടുകെട്ടിൽ നിന്ന് നമ്മളെ എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കുക. ആ സഹവർത്തിത്വം നമുക്ക് ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. സത്സംഗങ്ങൾ ഉണ്ടാകുവാനാണ് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. അതായത് നമ്മൾ എപ്പോഴും ഇടപെടുന്നത് നല്ല മനുഷ്യരുമായിട്ടാണ് എന്ന് മനസ്സിലാക്കുക. നല്ല മനുഷ്യർ എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നന്മ എന്നല്ല, മറ്റൊരാൾക്കും ദ്രോഹം ചെയ്യാത്ത ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ ഉള്ളത് എന്നെങ്കിലും ഉറപ്പിക്കുക. നമ്മൾ ആരുമായി ഇടപെടുന്നുവോ ആ ഇടപെടലുകൾ നമ്മളെ സ്വാധീനിക്കും. നമ്മൾ ആരുമായി കൂടുതൽ സമയം സംസാരിക്കുന്നുവോ ആ വ്യക്തിയുടെ ചിന്താരീതികൾ നമ്മളെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ദിവസം ഉണർന്നെഴുന്നേറ്റ് ഈ ദിവസത്തെ വരവേൽക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ഒന്ന് ഓർക്കുക, ഞാൻ ഇടപെടുന്ന വ്യക്തികൾ ഏത് തരത്തിലുള്ളതാണ്? അവരിൽ നിന്ന് ഞാനൊരകലം പാലിക്കേണ്ടതുണ്ടോ? ഞാൻ അടുപ്പം സൂക്ഷിക്കാതിരിക്കേണ്ടതുണ്ടോ? ഞാൻ എങ്ങനെയാണ് എൻ്റെ ചിന്തകളെ ക്രമീകരിക്കേണ്ടത്? അതിൽ നന്മ മാത്രമുണ്ടാകുവാൻ, അതിൽ സ്വസ്ഥത മാത്രമുണ്ടാകുവാൻ ഞാൻ എന്തൊക്കെ പ്രവർത്തിക്കണം? വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടേയിരിക്കുക. ഈ ദിവസം സന്തോഷിക്കുവാനുള്ള ഒരവസരത്തെയും നഷ്ടപ്പെടുത്താതിരിക്കുക. ഈ ദിവസം എന്തെങ്കിലും കുറ്റം പറയുകയോ ദോഷൈക ദൃക്കായി പ്രവർത്തിക്കേണ്ടിയോ വരുന്ന അവസരങ്ങളുണ്ടായാൽ അപ്പോൾ തന്നെ തിരുത്തുക. പാടില്ല. ജന്മം ഒന്നേയുള്ളൂ, ജീവിതം ഒന്നേയുള്ളൂ. ആസ്വദിക്കേണ്ടതാണ്, ആനന്ദിക്കേണ്ടതാണ്, ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തെ, പ്രകൃതിയെ അംഗീകരിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. ആത്മബന്ധു, ഇതൊരു നല്ല ദിവസമായിരിക്കട്ടെ.